നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് എങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാം. വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് പലപ്പോഴും പ്രതീക്ഷിക്കാതെ ആയിരിക്കും. അതിനെക്കുറിച്ച് പലരും അറിയുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് 3 വശങ്ങളിൽ കൂടി നോക്കാം. സ്വന്തം ചിന്തകളും വികാരങ്ങളും തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താം. പരാജയപ്പെടുമോ എന്ന പേടി തീരുമാനങ്ങൾ എടുക്കുന്നത് തടയുന്നു. സ്വയം വിശ്വാസക്കുറവ് കാരണം എനിക്ക് കഴിയില്ല എന്ന ചിന്ത ഉണ്ടാകുന്നു. അമിത ഫോൺ ഉപയോഗം, സോഷ്യൽ മീഡിയ, ലഹരി ഉപയോഗം, മറ്റ് മോശം ശീലങ്ങൾ ഇവയും സ്വയം വിശ്വാസക്കുറവ് ഉണ്ടാക്കുന്നു. പ്രശ്നം നേരിടാനുള്ള ധൈര്യക്കുറവ്, മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്നു. ഇതൊക്കെ ആഭ്യന്തര കാരണങ്ങളാണ്. ബാഹ്യകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാഹ്യ സാഹചര്യങ്ങൾ ഒരാളുടെ സ്വാതന്ത്ര്യം കുറയ്ക്കാം. സാമൂഹിക സമ്മർദ്ദം, കുടുംബം, സമൂഹം, മതം, സംസ്കാരം ഇവയൊക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കാൻ ഇടയുണ്ട്. നിയമങ്ങളും രാഷ്ട്രീയ നിയന്ത്രണങ്ങളും ചില രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് പരിധി കുറവ് വരുത്തുന്നു. സാമ്പത്തിക അസ്ഥിരതാവസ്ഥ മറ്റൊരു പ്രധാന കാരണമാണ്. സ്വന്തം വരുമാനമില്ലെങ്കിൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നാം കഴിയേണ്ടി വരും. ബന്ധങ്ങളിൽ നിയന്ത്രണം, പങ്കാളി, മാതാപിതാക്കൾ, ബോസ് തുടങ്ങിയവർ അധികമായി ഇടപെടുമ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. മാനസികവും ബോധപരവുമായ കാരണങ്ങളാലും ഈ പ്രശ്നമുണ്ടാകാറുണ്ട്. ചിലപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് മനസ്സിൻ്റെ അവസ്ഥ മൂലമാണ്. മാനസിക അടിമത്വവും മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്ന സ്വഭാവവും വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു. തെറ്റായ വിശ്വാസങ്ങളും എനിക്ക് ഒന്നും മാറ്റാനാവില്ല എന്ന കരുതലും മറ്റു കാരണങ്ങളായി മാറുന്നു. എന്താണ് എൻ്റെ അവകാശം, എന്താണ് എൻ്റെ തിരഞ്ഞെടുപ്പ് എന്നറിയാതിരിക്കുക വഴി വ്യക്തിക്ക് അവബോധം ഇല്ലാതെയാകുന്നു. അതും വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും ചെറിയ വിട്ടുവീഴ്ചകൾ കൊണ്ട് തുടങ്ങുന്നു. ആരംഭത്തിൽ അത് ഒന്നുമല്ല, സാരമില്ല എന്നൊക്കെ തോന്നാം. പക്ഷേ സമയം കഴിയുമ്പോൾ സ്വാതന്ത്ര്യം മുഴുവൻ നിയന്ത്രണം നഷ്ടമാകുന്നതായിട്ട് കാണാം. സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഉതകുന്ന പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക. സ്വന്തമായി വരുമാനമുണ്ടാക്കുക. ചെറിയ തോതിലെങ്കിലും സേവിങ്സ് തുടങ്ങുക. മറ്റുള്ളവരുടെ പണം ആശ്രയിക്കുന്ന തോത് കുറയ്ക്കുക. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ അഭ്യസിക്കുക. ചെറുതായാലും കാര്യങ്ങളിൽ താങ്കൾ തന്നെ തീരുമാനിക്കുക. തെറ്റായാലും അതിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകുക. നോ പറയാനുള്ള ധൈര്യം വളർത്തുക. അനാവശ്യമായ അഭ്യർത്ഥനകളും സമ്മർദ്ദങ്ങളും നേരിട്ട് ഇല്ലെന്ന് മറുപടി പറയുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമം കുറയ്ക്കുക. അറിവും അവബോധവും വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കുക. സമൂഹം, നിയമം, ലോകം എന്നിവയെക്കുറിച്ച് കൂടുതൽ സമഗ്രമായി പഠിക്കുക. മാനസിക അടിമത്വം ഒഴിവാക്കുക. മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്ന സ്വഭാവം കുറയ്ക്കുക. സ്വയം വില കുറച്ച് കാണുന്ന ചിന്തകൾ മാറ്റുക. സമയം നിയന്ത്രിക്കുക. നമ്മുടെ സമയം മറ്റുള്ളവർ മുഴുവൻ വിട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഹോബികൾക്കും വിശ്രമത്തിനും സമയം കണ്ടെത്തുക. ആരോഗ്യവും മാനസിക ശക്തിയും പരിപാലിക്കുക. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ആശ്രിതാവസ്ഥ കൂടുന്നു. ശരീരത്തിനും മനസ്സിനും സ്ഥിരമായ പരിചരണം നൽകുക. സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് ഒരു വലിയ യുദ്ധമല്ല, ദിവസേന എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളുടെയും പതിവുകളുടെയും ഫലമാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന സൂക്ഷ്മ ലക്ഷണങ്ങൾ എന്തൊക്കെ? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാതെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. തീരുമാനമെടുക്കാൻ മടി തോന്നുന്ന അവസ്ഥയുണ്ടാകുന്നു. ചെറുതായാലും മറ്റുള്ളവർ പറഞ്ഞാൽ നല്ലത് എന്ന് കരുതുന്നു. സ്വന്തം അഭിപ്രായം വെളിപ്പെടുത്താതെ കൂട്ടത്തിനൊപ്പം പോകുന്നു. എല്ലായ്പ്പോഴും അംഗീകാരം തേടൽ അനിവാര്യമായി തോന്നുന്നു. അവർക്കിഷ്ടമാണോ എന്നതാണ് പ്രധാനമായി നോക്കുന്നത്. സ്വന്തം സന്തോഷത്തിന് പകരം മറ്റുള്ളവരുടെ സന്തോഷം മാത്രം മുൻനിർത്തുന്നു. ഇതെല്ലാം പിന്നീട് വളരെ ആപത്തായി തീരുന്നു. എല്ലാ കാര്യങ്ങളിലും നോ പറയാൻ ഭയം തോന്നുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ ബന്ധം നഷ്ടമാകുമോ എന്ന ഭയം അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതായി കാണുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളും സമ്മർദ്ദം കൊണ്ട് ചെയ്യുന്നു. സാമ്പത്തിക ആശ്രിതാവസ്ഥയുടെ ദയനീയ അവസ്ഥ അവർക്ക് ബോധ്യപ്പെടുന്നില്ല. സ്വന്തം വരുമാനമില്ലാതെ എല്ലാ ചെലവുകളും മറ്റൊരാളിൽ ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ചിലവിടാൻ അനുമതി ചോദിക്കേണ്ട അവസ്ഥ വന്നു ചേരുന്നു. നമ്മുടെ സമയം മുഴുവൻ മറ്റുള്ളവർ നിയന്ത്രിക്കുന്ന അവസ്ഥ വരുന്നത് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ദിനക്രമം അവരുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം ചെയ്യപ്പെടുന്നു. സ്വന്തം ഹോബികൾക്കും വിശ്രമത്തിനും സമയമില്ലാതെയാകുന്നു. നാം മറ്റുള്ളവരോടുള്ള ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള അനുസരണം കാണിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. തെറ്റായാലും പ്രശ്നമുണ്ടാകാതിരിക്കാൻ അനുസരിക്കുന്നു.
ആശങ്ക കാരണം സ്വന്തം അഭിപ്രായം പോലും പറയാതെ പോകുന്നു. നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഒരിക്കൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ വേണമെന്നില്ല എന്ന് കരുതുന്നു. പക്ഷേ കാരണം ഭയമല്ലെങ്കിൽ അനുമതി ലഭിക്കാത്തതാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത് പോലുമില്ല. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും ഒരു വലിയ സംഭവത്തിൽ നിന്നല്ല, ചെറിയ വിട്ടുവീഴ്ചകൾ, നിരന്തരമായ സമ്മർദ്ദം, ആശ്രിതാവസ്ഥ എന്നിവ ചേർന്നുണ്ടാകുന്ന കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്നും മുക്തി നേടിയാൽ നഷ്ടപ്പെട്ട നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് പതിയെ പതിയെ തിരിച്ചു പിടിക്കാം. ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് എങ്ങനെയെന്നും അത് നഷ്ടമാകുന്നത് തടയാതിരുന്നാൽ ജീവിതത്തെ എങ്ങനെ അത് ബാധിക്കുമെന്നും പല സന്ദർഭങ്ങളിലും എനിക്ക് കാണാനിട വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.